ക്രിക് ടോക്സ് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ SRH ഓറഞ്ച് ആർമി ഇന്നലെ വീണ്ടും വിജയിക്കുന്ന കാഴ്ച കണ്ടില്ലേ. അവരിപ്പോ നിരക്കനെ മൂന്നാമത്തെ കളി വിജയിക്കുന്നത്. ആദ്യം അവർ രാജസ്ഥാന് പണിയെടുത്തു, പിന്നെ അവർ CSKക്ക് പണിയെടുത്തു. ഇന്നലെ ഇതവര് മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന ഡൽഹിക്കും പണി കൊടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. മത്സരത്തിൽ SRH ബാറ്റ് ചെയ്തിട്ട് 242 റൺസ് എടുത്തത്. മികച്ച പ്രകടനമാണ് വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ചത്. അഭിഷേക് ശർമ്മ ഇന്നലെ എന്തൊരു പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. 68 പന്തിൽ 135 റൺസ്, 10 ബൗണ്ടറികളും 10 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് വന്നു. 198 സ്ട്രൈക്ക് അഭിഷേക് ബാറ്റ് വീശിയപ്പോൾ ഹെൻറി ക്ലാസിന്റെ പ്രകടനം എടുത്തു പറയണം. അവസാനം ക്ലാസിന്റെ ഒരു വെടിക്കെട്ട് കമ്മിയോ 13 പന്തിൽ 37 റൺസ്, 3 ബൗണ്ടറികളും 3 സിക്സറുകളും ക്ലാസിനും അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. രണ്ടു പേരും കൂടി ചേർന്ന് അടിച്ചങ്ങ് തുടങ്ങി വെടിക്കെട്ട് നടത്തി. 242 പടുകൂറ്റൻ സ്കോറാണ് എടുത്തത്. ടോസ് കിട്ടിയിട്ട് ഡൽഹി നായകൻ അക്ഷർ പട്ടേൽ ബൗളിംഗ് തിരഞ്ഞെടുത്തു. അപ്പൊ പ്യുവർ ബാറ്റിംഗ് ട്രാക്ക് പിച്ചിൽ നമ്മുടെ SRHന് ആകെ ഇത് മാക്സിമം റൺസ് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ SRHനുള്ളൂ. എന്നാൽ അക്ഷർ പട്ടേൽ നിതീഷ് റാണയും കുൽദീപ് യാദവും അക്ഷർ പട്ടേൽ ഒരുമിച്ച് ഇറക്കി. നിതീഷ് റാണ അവർ പാർട്ട് ടൈം സ്പിന്നറാണ്, പക്ഷെ അദ്ദേഹം കോട്ട കംപ്ലീറ്റ് ചെയ്തു. അക്ഷർ പട്ടേലും കുൽദീപും ഓവർ പെൻഡിങ് വെച്ചിട്ട് നിതീഷ് റാണയുടെ കോട്ട കംപ്ലീറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടില്ലേ. അതായത് ഓഫ് സ്പിന്നറായ നിതീഷ് റാണ എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്ത കാഴ്ച വെച്ചാൽ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ അവരുടെ ടോപ്പ് ഓർഡറിലുണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ഓഫ് സ്പിൻ അത് ഒരു ബാറ്റായി കണ്ടതാണ്. പക്ഷെ അത് ആ ട്രിക്ക് വർക്ക്ഔട്ട് ആയിട്ടില്ല, ആ പ്ലാന് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിതീഷ് റാണക്ക് ഇന്നലെ 4 ഓവറിൽ 55 റൺസ് കിട്ടുന്ന കാഴ്ച കണ്ടില്ലേ. വിക്കറ്റ് ലെസ് ആയി പോയി അദ്ദേഹം. തുടക്കത്തിൽ SRH മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. 8.5 ഓവറാകുമ്പോഴത്തേക്ക് 97 റൺസ് എത്തി. ആദ്യത്തെ വിക്കറ്റ് ട്രാവിസ് ഹെഡിന്റെ വിക്കറ്റാണ് പോകുന്നത്. അക്ഷർ പട്ടേലാണ് വിക്കറ്റ് എടുക്കുന്നത്. അക്ഷർ പട്ടേൽ ഡീപ് ഹിറ്റ് വിക്കറ്റിലേക്ക് ബോൾ അടിക്കുന്നു, സമീർ റസ്മി ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ ട്രാവിസ് ഹെഡ് പുറത്താവുന്നു. അത് അക്ഷർ പട്ടേലിന്റെ വന്ന് ഹെഡ് അടിക്കുന്നു, പുറത്താവുന്നു. ഹെഡ് 37 റൺസാണ് ഹെഡ് എടുക്കുന്നത്. ഇഷാൻ കിഷാനെ തൊട്ട് പുറകെ 1 ഡൗൺ ആക്കിയ ക്യാപ്റ്റൻ ഇഷാൻ കിഷാൻ വരുന്നു. പക്ഷേ ഇഷാൻ കിഷാൻ എന്താണ് സംഭവിച്ചത്? പിന്നത്തെ വിക്കറ്റ് വന്നത് 15ാമത്തെ ഓവറാണ്. അപ്പോഴത്തേക്കും ടീം 176 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞു. അഭിഷേക് ശർമ്മയുടെ മാരകമായ അടി നമ്മൾ എടുത്തു പറയണം. അടിച്ചങ്ങട് പൊട്ടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. എല്ലാവർക്കും അവരങ്ങനെ അടി കൊടുത്തു. നിതീഷ് റാണയുടെ ഓവറിലൊക്കെ 2 6 2 4 ഒക്കെ വെച്ച് അടിച്ചു കണ്ടു. എല്ലാ ബൗളറിനെയും അഭിഷേക് ശർമ്മ അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ. ഇഷാൻ കിഷൻ ഔട്ടാവുന്ന യഥാർത്ഥത്തിൽ നിതീഷ് റാണയുടെ പന്തിൽ ഒരു സിംഗിൾ ഇടാൻ നോക്കുന്നു, പക്ഷെ അത് നിതീഷ് റാണയുടെ കൈ തട്ടി തന്നെ സ്റ്റെപ്പിൽ കൊള്ളുന്നു, നോൺ സ്ട്രൈക്കർ ലൈനിൽ. അങ്ങനെ ഇഷാൻ കിഷൻ പുറത്തുവന്നു. പിന്നെയല്ലേ താണ്ഡവം. ഹെൻറി ക്ലാസിനും കൂടി ചേർന്നപ്പോൾ SRH അടി അങ്ങോട്ട് തുടങ്ങിയത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എൻഗിഡി വന്നിട്ട് കളി ഒന്ന് സ്ക്രൂ ടൈറ്റൻ ചെയ്തിട്ടുണ്ടായിരുന്നു 2 ഓവറിൽ. അത് നമ്മൾ കൃത്യമായിട്ട് പറയണം. ഇല്ലെങ്കിൽ ഒരു 10-270 ഒക്കെ വരേണ്ട കളിയായിരുന്നു 242 എത്തിയത്. അപ്പൊ എൻഗിഡിയുടെ കളി നമ്മൾ എടുത്ത് പറയേണ്ടതാണ്, സ്പെല്ലും എടുത്ത് പറയണം. ഇപ്പൊ അഭിഷേക് ശർമ്മയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അഭിഷേക് ശർമ്മ 20 ഓവർ ബാറ്റ് ചെയ്തിട്ടുണ്ട്. 68 പന്തിൽ 135 റൺസാണ് അഭിഷേക് ശർമ്മ ഇന്നലെ അടിച്ചു കൂട്ടിയത്. മികച്ച പ്രകടനമാണ് താരമെടുത്തത്. ഹെൻറി ക്ലാസിനാവട്ടെ ഇപ്പൊ അഭിഷേക് ശർമ്മയുടെ കൈയിലാണ് ഓറഞ്ച് ചെയ്യുമ്പോൾ ഹെൻറി ക്ലാസിന് 2ാം സ്ഥാനത്ത്. 2 പേരും കൂടി SRHനെ മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മ ഇത് 9ാമത്തെ T20 100 ആണ്. അദ്ദേഹം ഇപ്പോ എലോങ് വിത്ത് ഇന്ത്യൻ ലെജൻഡ് വിരാട് കോഹ്ലിയാണ്. അദ്ദേഹത്തിനാണ് മോസ്റ്റ് സെഞ്ചുറീസ്, അദ്ദേഹത്തിനും 9 ആണ്. ഇപ്പോൾ അഭിഷേക് ശർമ്മക്കും 9th ആണ്. അപ്പോൾ ഇനിയും അഭിഷേക് ശർമ്മയുടെ അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ സെഞ്ചുറിക്ക് നേടാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ഈക്വൽ ഈസ് ഓൺ റെക്കോർഡ് ഫോർ മോസ്റ്റ് സിക്സസ് ഇൻ ഇന്നിംഗ്സ് ഫോർ എൻ SRH ബാറ്റർ. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡ് 10 സിക്സറാണ് അദ്ദേഹം ഇന്നലെ അടിച്ചു കൂട്ടിയത്. ഡൽഹിയുടെ നിതീഷ് റാണക്ക് നമ്മൾ പറഞ്ഞാൽ ഓൾറെഡി ആ ടോപ്പ് ഓർഡർ മുതലുണ്ടായിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് ആ പ്ലാൻ അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മികച്ച രീതിയിലാണ് അവർ അടിച്ച് കളിച്ചത്. പ്രത്യേകിച്ച് ക്ലാസിനും ശർമ്മയൊക്കെ അവസാനമാകുമ്പോൾ അടി അങ്ങോട്ട് തുടങ്ങിയിട്ട് ഡൽഹി ബോളേഴ്സിന് ഒരു നേരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് കാഴ്ച നമ്മൾ കണ്ടില്ലേ. ക്ലാസിന്റെ ഒക്കെ പ്രകടനം എടുത്ത് പറയണം. ഇപ്പോൾ കൃത്യമായ ഘട്ടത്തിൽ സ്കോറിങ്ങും സ്ട്രൈക്ക് റേറ്റും ഏവറേജ് ഒക്കെ വെച്ചിട്ടാണ് ക്ലാസും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പിന്നെ മറുഭാഗത്ത് ഡൽഹിയുടെ ബൗളിങ്ങിന്റെ കാര്യത്തിലേക്ക് വന്നാൽ മുകേഷ് കുമാർ 4 ഓവർ 53-0, നിതീഷ് റാണ 4 ഓവർ 55-0, എൻഗിഡി 4 ഓവർ 41-0, അക്ഷർ പട്ടേൽ 2 ഓവർ 23-1, കുൽദീപ് യാദവ് 2 ഓവർ 30-0, നട്രാജൻ 4 ഓവർ 40-0. നട്ടു അവസാനം ഒന്ന് ഇതാക്കുന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പിഴക്കുന്ന കാഴ്ചയൊക്കെ കണ്ടില്ലേ നമ്മള്.
അങ്ങനെ ഒരു 242. മറുപടി ബാറ്റിങ്ങിൽ ഡൽഹിക്ക് അത്ര നല്ല തുടക്കമായിരുന്നില്ല കിട്ടിയത്. പത്തും നിസാങ്കയെ ഇന്നലെ വരെ ഇമ്പാക്ട് ആക്കി മധുഷാങ്കിനെ ഇറക്കി വിടുന്നു. മധുഷാങ്കിയുടെ പന്തിൽ പത്തും നിസാങ്ക ലിവിങ്സ്റ്റൺ പിടിച്ച് പുറത്താവുമ്പോൾ 8 റൺസാണ് നിസാങ്ക എടുക്കുന്നത്. ടീം ടോട്ടൽ ആവട്ടെ അന്നേരം 21-1. 1 ഡൗൺ ആയിട്ട് നിതീഷ് റാണെ ഇറക്കുന്നു. നിതീഷ് റാണയും രാഹുലും കൂടി മെല്ലനെ ഒന്ന് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. കാഴ്ച നമ്മൾ കണ്ടത് കൃത്യമായി അവര് ബിൽഡ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ രണ്ടാമത്തെ വിക്കറ്റ് KL രാഹുലിന്റെ വിക്കറ്റ് 10ാമത്തെ ഓവറാണ്. അപ്പത്തേക്ക് ഒരു 107 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. KL രാഹുലിനെ യഥാർത്ഥത്തിൽ ഔട്ടാക്കുന്നത് ഷക്കീബ് ഹുസൈനാണ്. എടുത്ത് പറയേണ്ട സ്പെല്ലാണ് ഷക്കീബ് ഹുസൈൻ. അദ്ദേഹം ഇപ്പോ ഈ ടൂർണമെന്റിൽ കളിച്ച 3 കളി ഒഴിച്ച് ഇതുവരെ ഒരു 6 പോലും കൺസിഡർ ചെയ്ത പ്ലെയർ ആയിട്ട് ഷക്കീബ് ഹുസൈൻ ആയതിന്റെ കൃത്യമായ ലൈനും ലെങ്തും. ഫസ്റ്റ് കളി വന്നപ്പോൾ പലരും പറഞ്ഞത് ലെഗ് ഫാക്ടറാണ്. പക്ഷെ അങ്ങനെയല്ല. രണ്ടാമത്തെ കളി CSKനോടും ഇന്നലെ DC-യോടൊക്കെ മികച്ച രീതിയിൽ സ്പെൽ ചെയ്ത് കൃത്യമായ ലൈനും ലെങ്തും വേരിയേഷനും കൂടി ബോൾ ചെയ്തപ്പോൾ ബുദ്ധിമുട്ടി അദ്ദേഹം 4 ഓവറിൽ 29 റൺസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കണം. ഹൈദരാബാദ് പോലത്തെ ഫ്ലാറ്റ് ട്രാക്കിലാണ് ആ കാര്യം കൂടി ഒന്ന് ഓർക്കേണ്ടതുണ്ട്. രാഹുലിന്റെ വിക്കറ്റ് യഥാർത്ഥത്തിൽ എടുക്കുന്നു. ഒരു കിടില ലോ ഫുൾ ടോസ് ബോൾ ചെയ്ത് ഫ്ലിക്ക് ചെയ്തു. പക്ഷെ അഭിഷേക് ശർമ്മയുടെ കൈമേ ഒതുങ്ങുന്നത്. രാഹുൽ 23 പന്തിൽ 37 റൺസ്. പിന്നെ നിതീഷ് റാണ സമീർ റിസ്വിയും കൂടി. സമീർ റിസ്വി അത് മെല്ലെ കൊണ്ടുപോകുന്നു. പക്ഷെ നിതീഷ് റാണ കഴിഞ്ഞിട്ടില്ല. 9ാമത്തെ ഓവറിൽ പോകുമ്പോൾ 10ാമത്തെ ഓവറിൽ തന്നെ നിതീഷ് റാണയെ പറഞ്ഞു വിടുന്നു. ഇത്തവണ വിടുന്നത് ഇഷാൻ മല്ലിംഗയാണ്. ഇഷാൻ മല്ലിംഗയുടെ പന്തിൽ അടിക്കുന്നു. അഭിഷേക് ശർമ്മ ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ നിതീഷ് റാണ ഇന്നലെ 50 റൺസ് എടുക്കും. അദ്ദേഹം ഇപ്പൊ മികച്ച ഫോമിലാണ് രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ അദ്ദേഹം ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ അഡ്വാൻറ്റേജ് ഡൽഹിക്ക് ഉണ്ട് എന്ന കാര്യം മറക്കുന്നില്ല. 30 പന്തിൽ 57 റൺസാണ് നിതീഷ് റാണ എടുത്തത്. വിക്കറ്റ് എടുക്കുന്ന ഇഷാൻ മല്ലിംഗ. ഇത്തവണ SRHന്റെ അണ്ടർ റേറ്റഡ് ബോളറായിട്ട് ഇഷാൻ മല്ലിംഗ. അദ്ദേഹം ഈ സീസണിൽ എല്ലാ കളിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഇത് നമ്മൾ കണ്ടില്ലേ. എല്ലാ മത്സരവും മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. ഇന്നലെയും അദ്ദേഹത്തിന്റെ സ്പെല്ല് നമ്മൾ എടുത്ത് പറയേണ്ടത് ഒന്നാണ്. ഇഷാൻ മല്ലിംഗക്ക് മുമ്പിൽ നിതീഷ് റാണ മുട്ടുകുത്തുമ്പോൾ തൊട്ട് പിന്നാലെ ഡേവിഡ് മില്ലറേയും പറഞ്ഞു വിടുന്നു. അവിടെ തന്നെ SRH കളി വിജയിച്ചിട്ടുണ്ട്. കില്ലർ മില്ലറിനെ ക്ലീൻ ബൗൾഡാക്കി വിടുന്നു. ഫസ്റ്റ് പന്തിൽ തന്നെ മില്ലറിനെ ക്ലീൻ ബൗൾഡാക്കി വിടുന്നു. പിന്നെ ഇപ്പൊ സമീർ റിസ്വി ട്രിസ്റ്റൻ സ്റ്റെപ്സും ഒക്കെയാണ് ഉള്ളത്. രണ്ടുപേരും കൂടി അപ്പത്തേക്ക് മില്ലറെ പോകുമ്പോൾ 107. പിന്നെയും 10 ഓവറിൽ അതായത് പിന്നെ 10-58 ബോളിൽ ജയിക്കാൻ അവർക്ക് ഇനി 130 റൺസ് ഒക്കെ വേണം. സ്റ്റെപ്സ് ഒക്കെ മെല്ലെ നോക്കി. പക്ഷേ സ്റ്റെപ്സ് 16ാമത്തെ ഓവറിൽ സ്റ്റെപ്സ് പോകുമ്പോൾ 166. സ്റ്റെപ്സിന്റെ വിക്കറ്റും എടുക്കുന്നത് മല്ലിംഗ തന്നെയാണ്. ഇത്തവണ ഷക്കീബ് ഹുസൈനാണ് ക്യാച്ച് എടുക്കുന്നത്. മല്ലിംഗ അങ്ങനെ എല്ലാവർക്കും ഭീഷണി എടുത്ത് പോവുകയാണ് ഇപ്പോൾ. പിന്നെ അശുതോഷ് ശർമ്മയും മല്ലിംഗ എടുക്കുന്നു. അങ്ങനെ 4 വിക്കറ്റുകളാണ് മല്ലിംഗ നിലവിട്ടത്. അനികേത് വർമ്മയാണ് ക്യാച്ച് എടുക്കുന്നത്. അശുതോഷ് ശർമ്മയും പറഞ്ഞു വിടുന്നു. പിന്നെ നായകൻ അക്ഷർ പട്ടേലിനെയും ഡൂബെ പറഞ്ഞു വിടുമ്പോൾ കുൽദീപ് യാദവിനെ ഡോട്ട് ഔട്ട് ആണ്. ലുങ്കിയൻഗിയുടെയും ഡൂബെനെ പറഞ്ഞു വിടുന്നു. അത് അവസാനത്തെ ഓവറിലാണ് വിക്കറ്റുകളാണത്. സമീർ റിസ്വി എടുക്കുന്ന ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സമീർ റിസ്വിയും ഡൂബെനെ പറഞ്ഞു വിടുന്നു. അവസാനത്തെ ഓവറിൽ തന്നെ വന്ന വിക്കറ്റുകളാണ്. ആ 3 വിക്കറ്റുകളും മികച്ച രീതിയിലാണ് അപ്പോ SRH ബോളിങ്ങും കാഴ്ചവെച്ചത്. ഇപ്പൊ ഇഷാൻ മല്ലിംഗയുടെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷാൻ മല്ലിംഗ ഇന്നലെ മികച്ച സ്പെല്ല് കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടില്ലേ. 4 ഓവറിൽ 32 4 വിക്കറ്റാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലൈനും ലെങ്ത് വേരിയേഷൻ ഒക്കെ ഇത്തവണ അറിയാൻ പറ്റുന്നുണ്ട്. സ്ലോവർ ബോൾ വെച്ചിട്ട് അദ്ദേഹം അശുതോഷിനെ വീഴ്ത്തുന്ന കാഴ്ചയും കണ്ടില്ലേ. അങ്ങനെ പിന്നെ സ്റ്റെപ്സിന് നമ്മൾ കൃത്യമായി കേട്ടത് യോർക്കറും റിവേഴ്സിംഗ് ഒക്കെ വെച്ചെറിയപ്പോൾ സ്റ്റെപ്സ് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന കാഴ്ചയും കണ്ടു. അങ്ങനെ ഇഷാൻ മല്ലിംഗ മികച്ച രീതിയിൽ തന്നെ വിക്കറ്റ് എടുക്കുന്നു. ഹാട്രിക് ഒക്കെ വരുന്ന കാഴ്ച കണ്ടില്ലേ. ഡേവിഡ് മില്ലറുടെ വിക്കറ്റും ഇഷാൻ മല്ലിംഗ എടുക്കുന്ന കാഴ്ച കണ്ടു. SRHന്റെ ബൗളിങ്ങിന്റെ കാര്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ബൗളിങ്ങിൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ ദിൽഷൻ മധുശാങ്ക 4 ഓവറിൽ 36 1 വിക്കറ്റ്. അദ്ദേഹം ഇന്നലെ SRH ഡെബ്യൂ എന്ന കാഴ്ച കണ്ടു. നിതീഷ് കുമാർ റെഡ്ഡി 4 ഓവറിൽ 57-0. ഇഷാൻ മല്ലിംഗ 4 ഓവറിൽ 32-4. ഷക്കീബ് ഹുസൈൻ 4 ഓവറിൽ 29-1. യഥാർത്ഥത്തിൽ 2 ബൗളറാണ് യഥാർത്ഥത്തിൽ ഡൽഹിയെ മുട്ടുകുത്തിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2 പേരും കൂടി 8 ഓവറിൽ കൊടുത്ത 60 റൺസ് മാത്രമേ 2 പേരും കൂടി കൊടുത്തിട്ടുള്ള 5 വിക്കറ്റുകളാണ് 2 ബൗളേഴ്സ് കൂടി പിഴുതെടുത്തത്. ശിവൻകുമാർ 2 ഓവറിൽ 28-ഉം ഹർഷ് ദുബെ 2 ഓവറിൽ 12. അവസാനത്തെ ഓവറിൽ കിട്ടിയ 3 വിക്കറ്റുകളാണത്. അപ്പൊ SRH ഇത്തവണ മികച്ച രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എല്ലാവരും ഭയക്കുന്ന ടീമായിട്ട് SRH മാറുമെന്ന സംശയങ്ങൾ വേണ്ട. ഇവരുടെ ഡ്രോപ്പ് ഓർഡർ ഒക്കെ മികച്ച ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. പാറ്റ് കമ്മിൻസ് പുറത്തുണ്ട്, ജെറാഡ് ഗോഡ്സ് പുറത്തുണ്ട്. ഇങ്ങനെയൊക്കെ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ശക്തമായിട്ട് SRH തിരിച്ചു വരുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. പിന്നെ അഭിഷേക് ശർമ്മയുടെ കാര്യം ക്ലാസ്സിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. ഇവർ 2 പേരും മികച്ച ഫോമിലാണ്. 2 പേരും ഓറഞ്ച് ക്യാപ്പില് റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്ലേയേഴ്സായി മാറിയിട്ടുമുണ്ട്. ഇനി എന്തായാലും SRHന് ഇപ്പോ ബാറ്റിംഗ് ശക്തമായിട്ടുണ്ട്. അവർക്ക് ബൗളിങ് എല്ലാവരും ശക്തമായിട്ടുണ്ട്. അവർക്കൊരു ആശ്വാസകേട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓപ്പണിംഗ് സ്പെല്ലർ എന്ന ബോളർക്കാണ് ഒരു പ്രശ്നം. ഇപ്പോൾ മധുശാങ്കർക്ക് ഒരു പക്ഷെ കമ്മിൻസ് വന്നാൽ അതൊക്കെ പരിഹാരമാകും എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട.
അപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്താം.